അസ്സലാമലൈക്കും. അപ്പോൾ എല്ലാവർക്കും ഞങ്ങൾ ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കണേ. അപ്പോൾ ഞാൻ ഇന്നുള്ളത് എൻ്റെ വീട്ടിലാണ് കേട്ടോ. ഇവിടെ ചമ്രവട്ടത്ത് എൻ്റെ സ്വന്തം വീട്ടിലാണ്, ജനിച്ചു വളർന്ന വീട്ടിലാണ് ഉള്ളത്. അപ്പോൾ ഞാനും മോനിസും കൂടെ ഇന്നലെ വന്നതാണ്. ഇന്ന് സ്കൂളിലല്ലോ. അപ്പോൾ ഇന്നലെ വൈകുന്നേരം വന്നതാണ്. ഞങ്ങളിന്ന് പോവും. അപ്പോൾ വീടൊക്കെ ഒന്ന് കാണിച്ചു തരാമെന്ന് വിചാരിച്ച്. അപ്പോൾ ഞങ്ങളുടെ ചാനൽ കാണുന്ന ആൾക്കാർ സബ്സ്ക്രൈബ് ചെയ്യുക, ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ വീട്ടിൻ്റെ ഫ്രണ്ടിൽ തന്നെ പള്ളി ഉണ്ട് കേട്ടോ. വീട്ടിൻ്റെ ഫ്രണ്ടിൽ തന്നെ ഈ പള്ളി വരുന്നത് നിസ്കാരപ്പള്ളിയാണ്. പിന്നെ ഇതൊരു നാട്ടുംപുറാണ്, പ്രദേശമാണ്, തനി നാട്ടും പ്രദേശമാണ് ഇവിടെ. പിന്നെ ഇവിടെ പുഴയൊക്കെ ഉണ്ട്, നല്ല ഭംഗിയെ കാണാൻ. അതൊക്കെ ഞങ്ങൾക്ക് കാണിച്ചു തരാം. എൻ്റെ കൂടെ വന്ന് നിൽക്കണം കേട്ടോ. ഞങ്ങളുടെ കുട്ടിയാണിത്. ഹായ് പറഞ്ഞ ഹായ് പറയ്. ഹായ് ഒരു പാട്ട് ഒരു കൊടുത്താ. അപ്പോൾ അപ്പോൾ ഇപ്പം എടുത്ത വണ്ടിയാണ് ഇട്ടത്, വെള്ളിമൂങ്ങ ഈ വണ്ടി. പിന്നെ അതിൻ്റെ ശേഷം എടുത്ത് ഇവിടെ നാട്ടിലേക്ക് ഇത് സെറ്റിലാവാൻ വിചാരിച്ചിപ്പോൾ പിന്നെ സൗദിയിൽ പറ്റി തന്നെ വണ്ടി എടുത്ത് ടാക്സ് ഓടായിരുന്നു. സ്വന്തമായിട്ട് ടാക്സ് ഓടാൻ തന്നെ ഇപ്പാക്ക് പണിയാണ് സൗദിയിലും. അപ്പോൾ അങ്ങനെയാണ് ഇപ്പോൾ പെട്ടെന്ന് അവിടുന്ന് മരിക്കണതൊക്കെ ഞാൻ വീഡിയോയിലൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, മരിക്കണതൊക്കെ. അപ്പോൾ പിന്നെ ഇപ്പോൾ വിസ ക്യാൻസലാക്കിയിട്ട് വന്നാൽ കുറേ വർഷം പ്രവാസം തന്നെയാണല്ലോ. അപ്പോൾ ക്യാൻസലാക്കി വന്നാൽ ഇപ്പോൾ എന്താ നാട്ടിൽ ഈ വണ്ടി ഓടിച്ചങ്ങാണ്ട് ഇങ്ങനെ പോകാൻ വെച്ചങ്ങാണ്ടൊക്കെ അങ്ങനെ പ്ലാനിലാണ് ഇപ്പോൾ ഈ വണ്ടി എടുത്തിട്ടുണ്ടായിരുന്നൊക്കെ. പക്ഷെ എന്താ ചെയ്യുക, അങ്ങനെ സൗദി തന്നെ ഇപ്പോൾ മരിക്കുന്നതൊക്കെ. ഇപ്പോൾ പിന്നെ കാക്കുന്നുണ്ട് ഈ വണ്ടിയിൽ പോലൊക്കെ. കാക്ക ഡ്രൈവറാണ്, കാക്കാർ ഡ്രൈവറാണ്. ചെറിയ കാക്കാണ് ഈ വണ്ടി കൊണ്ടുനടക്കുന്നത്. ചെറിയ കാക്കന്നെയാണ്. അപ്പോൾ കാക്കാക്ക് പൈസറും കുട്ടികളെ ട്രിപ്പ് എടുക്കുന്ന പണിയും കൂടെ ഉണ്ട്. അപ്പോൾ പൈസറുണ്ടായിരുന്നു ഇപ്പോൾ അല്ലേ. തുടങ്ങിയതാണ് ജോറായ കളി നടക്കുകയാണ് ഇവിടെ. അപ്പോൾ താത്തയും കുട്ടികളൊക്കെ വന്നതാണ്. ഞങ്ങളെല്ലാവരും കൂടെ മറ്റേ താത്താൻ്റെ കൂടെ നിൽക്കും. ഞങ്ങൾ എല്ലാവരും കൂടെ ഇവിടെ ഇരുന്ന് കഴിഞ്ഞിട്ട് എല്ലാവരും കൂടെ ഇങ്ങനെ ഇരിക്കുകയാണ് ഇവിടെ. എന്താ പിള്ളേരെ കളി കൂടെ എത്തി രസമാണ്. അപ്പോൾ ഞങ്ങൾ പുഴ കാണാൻ വേണ്ടിയിട്ട് പോവുകയാണ് കേട്ടോ. വീടിന് തൊട്ടടുത്ത് തന്നെയാണ് കേട്ടോ പുഴ ഉള്ളത്. ഇവിടെയൊക്കെ ഈ മതിലൊക്കെ കാണുന്നത് അതൊക്കെ ഇപ്പോൾ കെട്ടിയതാണ് കേട്ടോ. അതൊന്നും അങ്ങനെ ഉണ്ടായിരുന്നില്ല. ഇവിടെ നിന്നാൽ തന്നെ പുഴയൊക്കെ കാണാൻ പറ്റും കേട്ടോ. ഇതൊക്കെ ഇപ്പോൾ കെട്ടിയതാണ്. ഇങ്ങനെയൊക്കെ നല്ല ഭംഗിയാണ് കേട്ടോ കാണാൻ. ഇപ്പോഴും ഞങ്ങൾ വീട്ടിലേക്ക് നിൽക്കാനൊക്കെ പോയാൽ പുഴ കാണാൻ വേണ്ടി പോകട്ടാ. അവിടെ പോയാൽ സമയം പോകുന്നത് അറിയില്ല. നല്ല ഭംഗിയാണ് കാണാൻ. അതേപോലെ തന്നെ ഞങ്ങൾ ചെറുപ്പക്കാലത്തൊക്കെ തിരുമ്പാനും കുളിക്കാനൊക്കെ പോയിട്ടുണ്ടായിരുന്നത് എല്ലാവരും അയൽവാസികളും എല്ലാവരും ഉണ്ടാവും. എല്ലാവരും കൂടെ പോയിട്ടുണ്ടായിരുന്നു പുഴയൊക്കെ കേട്ടോ. തിരുമ്പാനും കുളിക്കാനൊക്കെ പോലെ പുഴയൊക്കെയാണ് കേട്ടോ. ഇന്നത്തെ പോലത്തെ സൗകര്യങ്ങളൊന്നും അന്നൊന്നും ഇല്ലല്ലോ. എല്ലാവരും പുഴയൊക്കെ തന്നെ പോയിട്ടുണ്ടായിരുന്നത്. പോവൽ നല്ല രസമായിരുന്നു അന്നൊക്കെ എല്ലാവരും കൂടെ. അതേപോലെ സ്കൂളും മദ്രസൊന്നും ഇല്ലയെന്നുണ്ടെന്നുണ്ടെങ്കിൽ എല്ലാവരും പുഴയൊക്കെ ഒന്ന് കുത്തി മറിയും. അതിനായിട്ട് തന്നെ നിൽക്കും എല്ലാവരും. കുളിക്കാനൊക്കെ ഒന്ന് പോയാണ്ട് കയറൂല, വെള്ളത്തിൽ കിടന്ന് കുത്തി മറിയും. നല്ല രസമായിരുന്നു. എല്ലാവരും ഉണ്ടാവും, കുറേ ഫ്രണ്ടുകളും എല്ലാവരും ഉണ്ടാവും, അടുത്തുള്ള കുട്ടികളും എല്ലാവരും ഉണ്ടാവും. നല്ല രസമായിരുന്നു. ഇപ്പോഴും നമുക്ക് ആ പുഴൻ്റെ അടുത്ത് പോയാൽ തന്നെ പുഴ കാണുമ്പോൾ തന്നെ നമുക്ക് ആ ചെറുപ്പക്കാലത്തുള്ള ഓർമ്മകളൊക്കെ വരും. പിന്നെ എൻ്റെ അളിയനൊക്കെ ഉണ്ടായിരുന്ന സമയത്തൊക്കെ അളിയൻ നല്ല മീനൊക്കെ കൊണ്ടുട്ടാ. പുഴയ്ക്ക് കോരാൻ പോവാറ്, മീൻ പിടിക്കാൻ പോയിട്ട് നല്ല മീനൊക്കെ ഉണ്ടാവും. എപ്പോഴും ഞങ്ങളോട് പുഴ മീനും അതേപോലെ പുഴയിൽ നല്ല കക്കനൊക്കെ ഉണ്ട് കേട്ടോ. ഇവിടെ കക്കനൊക്കെ എപ്പോഴും ഉണ്ടാവും അളിയനുള്ള സമയത്തൊക്കെ. പിന്നെ ആ കാണുന്നത് കർമ്മ റോഡാണ് കേട്ടോ കാണുന്നത്.
പോയിൻ്റെ അക്കര ഭാഗം കർമ്മ റോഡാണ് കേട്ടോ. വണ്ടികളൊക്കെ പോണത് കണ്ടില്ലേ? അക്കരമ്മ കൂടെ വണ്ടികൾ പോണതാണ് കേട്ടോ കാണുന്നത്. ഇവിടെ നിൽക്കുമ്പോൾ തന്നെ കാണാൻ പറ്റൂ അക്കരമ്മ വണ്ടി പോണതൊക്കെ. ആദ്യമൊക്കെ എന്ന് പറഞ്ഞാൽ പുഴയൊക്കെ കുറേ അങ്ങോട്ട് നടുവിലാണ് കേട്ടോ വെള്ളം ഉണ്ടാവുക. കുറേ ആണ്ട് കരമെന്ന് കുറേ ആണ്ട് നടക്കണം. പക്ഷേ ഇപ്പം എന്ന് പറഞ്ഞാൽ പുഴ ഇങ്ങോട്ട് കയറി വന്നിക്കാണ്. അപ്പോൾ നല്ല ഭംഗിയാണ് കേട്ടോ. അങ്ങനെ നോക്കിയിരിക്കാൻ തന്നെ നല്ല ഭംഗിയാണ് കാണാൻ. അപ്പോൾ ഇതൊക്കെ കേട്ടോ അതിൻ്റെ നാടും വീടൊക്കെ. ഞാൻ ജനിച്ച് വളർന്ന നാടും വീടൊക്കെ കേട്ടത്. അപ്പോൾ ഞങ്ങൾ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഒക്കെ ഉണ്ടെന്നെങ്കിൽ ഞങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. എല്ലാവരും ഞങ്ങളൊന്ന് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇൻഷാ അല്ലാഹ് കുട്ടികളൊക്കെ കളിക്കാൻ ഇട്ടത്. കുട്ടികളെല്ലാവരും മുനിസൊക്കെ പോയാൽ പുഴയൊക്കെ പോകണമെന്ന് അറിയും. അപ്പോൾ വന്നിട്ട് പോകും, വൈകുന്നേരമൊക്കെ പോകും. പേടിയാണേ, വെള്ളം കണ്ടാലും മുപ്പര് വരില്ല. എല്ലാവരും അങ്ങനെ തന്നെ. ഞങ്ങൾ കൂടെ ഉള്ളപ്പോഴാണ് കേട്ടോ അവരിട്ട് പോവുള്ളൂ. ഒറ്റക്കൊന്നും അവർ പോവില്ല കേട്ടോ, പേടിയാണ്. അപ്പോൾ ഞങ്ങൾ പുതിയ വീഡിയോസൊക്കെ ആയിട്ട് വീണ്ടും വരാം. ഇൻഷാ അല്ലാഹ്. അസ്സലാമു അലൈക്കും.